എത്ര ഇതിനേ 290. പറയൂ പറയൂ. നിങ്ങൾക്ക് വേണ്ടി അങ്ങനെ ഞാൻ കൊറേ ഇടങ്ങാറുണ്ട്. ഞാനൊക്കെ നുള്ളിപ്പൊറുക്കി പറയുന്നുണ്ട്. ഞാനിപ്പോ അത് അറിയാതെ ഒന്ന് എറിഞ്ഞ കുത്തി ഫോണ് ഓളൊരു തലക്കണി മാതിരി ഒരു സാധനത്ത് ഒറ്റ കയറാ. ഞാൻ ഫോൺ ഇങ്ങനെ പിടിച്ചിക്ക തട്ടിട്ട് കണ്ണുണ്ടോ കണ്ണുണ്ടോ ഇവിടെ നോക്കാണ് കല്ലെറ്റിക്ക് നോക്കാണ് ഇവിടെ കറക്റ്റ് ഇവിടെ വന്നിട്ടാണ് ഫോണ് കുത്തല്ലോ. അങ്ങനെ ആകാന് കാട്ടിയതാ. അങ്ങനെ നിന്റെ അടുത്ത് അബദ്ധം പറ്റുമ്പോ അതേപോലെ എടുക്കാൻ കഴിയണം. മനസ്സിലായോ? നിങ്ങക്ക് പറ്റിയിട്ടില്ലേ? പറ്റിയിട്ടില്ലേ? എന്താണ് അബദ്ധം പറ്റുമെന്ന് പറഞ്ഞ നിങ്ങൾ അങ്ങനെ കാട്ടിക്കുന്നു. എന്താണ് പറയേ? ഹലോ ഗായ്സ്, എനിക്ക് എന്താ വേണ്ടിച്ച് വാങ്ങിക്കോ. അവലാണേ? അവലോ? അവലുണ്ട്, അച്ചപ്പുണ്ട്. അത് നാളെ വന്ന് ആക്കിയല്ലേ? അച്ചപ്പത്തിന് എത്ര? 20. അച്ചപ്പ എത്രയാ? അച്ചപ്പ എത്ര? 20. പൊരിയാവിലാണല്ലേ ഞങ്ങളുടെ അടുത്തുള്ള? രണ്ടെണ്ണം മതി. ഒരു പാക്കറ്റ് മതി. 3 അത് കുട്ടികൾക്ക് ഇഷ്ടമാണ്. പിന്നെ അത് നല്ല രസമാണ്. പൊടിച്ചല്ലോ, പൊടിയും തൊട്ടാ പൊടിയും. അവിടെ കൊണ്ടുവച്ചിട്ട് ഭാഗത്തും കൊണ്ടേക്കണേ. പപ്പടം ഇവിടെ ആരും പപ്പടം ഞങ്ങള് കഴിക്കാറില്ല. നിങ്ങളെ വീട് എവിടെ? നുറുക്കാണോ ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കണേ? പെരയിലുണ്ടാക്കണ? അതൊക്കെ പടം വേണോ ഒന്നോളെ? കാറും അവത് എടുത്തുവെച്ചാ അത് ഞങ്ങൾ തിന്നോക്കിയാണെങ്കിൽ നിങ്ങൾക്ക് തരല്ലേ? ഇത് എത്രയുടെ ഒരു പാക്കറ്റിന്? 50 അത് 4 കൊണ്ടുവച്ചാ അവലുണ്ടോ അവിടെ? അവലുണ്ട്. അതിന്റെ മൂക്കോ തേനോ? കാട്ടുതേനാ ആണോ? അതൊക്കെ എന്താ വില? നമ്മളെ ഇത് നല്ല കാട്ടുതേന. അതൊക്കെ ഓല് പറയണത് അല്ലേ? വെട്ടിത്തേനേ കാരം. പൊട്ടിത്തേൻ കയ്യിൽ വില കുറച്ച് നമ്മൾ 350. പപ്പടം വേണ്ട. പക്ഷെ പപ്പടം ആരും കൂട്ടൂല ഇവിടെ. വെറുതെ വാങ്ങിയിട്ട് കാര്യം. തേന് വേണോ? കുട്ടികൾക്ക് ഇഷ്ടമാണ്. ചെറിയ ബോട്ടിൽ മതി. ആരെയൊന്നും വേണ്ടല്ലോ. 250 ഉണ്ടോ? അതിന്റെ പകുതിയൊക്കെ മതിയല്ലോ. അരക്കാണോ 500? കിലോന് 500. അരക്ക് 290. 250 250 കഴിയൂല. നമുക്ക് തൂക്കാം. കായില്ലതേ. അങ്ങനെ കുപ്പിയല്ലേ? കുപ്പി എടുക്കാം. കുപ്പി ഉണ്ടോ 250? കുപ്പി ഉണ്ടെങ്കിൽ തൂക്കാം. കുപ്പില്ല. കുപ്പിയൊക്കെ എത്ര ഇതിനേ? 290. കണ്ടോ? നല്ല ചാമ്പലാണേ. അരക്കായിരുന്നു 190. കിലോ എടുക്കാൻ 550. കിലോന് കൊടുക്കല്ലേ? പൊറക്കിയാ പിന്നെ തുറക്കൂല. അല്ല ടീഷർട്ടൊക്കെ കൊടുക്കാം. ഇതിപ്പോ ഒരു പലചരക്ക് വീടിയൊക്കെ ഞങ്ങള്. കൊണ്ടാട്ടമുളക് എവിടെ നിങ്ങൾ ഉണ്ടാക്കിയ? ഇതിപ്പോ നാളെ ഇതൊന്നും ഇല്ലല്ലോ. ഉണ്ടോ തേനൊക്കെ? ഉണ്ടോ തേന്? ചില ദിവസം ഉണ്ടാവും. കിട്ടുമ്പോഴേ കൊണ്ടല്ലോ. ഇതിപ്പോ പെട്ടിത്തേനും കാട്ടുതേനാണ് അറിയാണ്ട് കൊടുക്കാലോ. അങ്ങനെ എന്താ അറിയാ? അറിയാലോ. അങ്ങനെ കൊടുത്തിട്ടും കാര്യമില്ലല്ലോ. ആൾക്കാരെ ഒന്നും നിലക്കണ്ട. എത്രയാണ്? അത് 10 രൂപ പാക്കറ്റിന് മതിയോ? 5 കളി വേണ്ട, കുഴപ്പമില്ല. അത് ചില്ലറ ഉണ്ടാവും. എന്താ മൂപ്പര ബേജാറില്ല നിങ്ങള്? പിന്നെ ഉലുവ കൊടുക്കാൻ
ഉലുവ കടുക് അങ്ങനത്തെ ഒന്നും വേണ്ട. വേണ്ട അതൊക്കെ ഉണ്ട്. അവല് വാങ്ങണം ഞോളെ. അവലുണ്ട്. ഉണ്ടോ? തരൂലെന്നുള്ളൂ അല്ലേ? ഒരു പാക്കറ്റ് അവലുണ്ട്. വേണ്ട തിന്നണ്ട്. വേണ്ട വേണ്ട നോക്കണ്ട, വെറുതെ പൊട്ടിച്ചണ്ട. എത്രയായി അപ്പൊ? 4 അച്ചപ്പം, 4 നുറുക്ക്, 4 അച്ചപ്പം 160. പിന്നെ ഇത് 4 കൊണ്ടാട്ടമുളക് 40 റുപ്യ. കണക്ക് കറക്റ്റ് കിട്ടുന്നു. ഇവിടെ വന്നാണ് എനിക്ക് കണക്ക് പിടിക്കുന്നത്. 160 കൂട്ടണം. പിന്നെ മറ്റേ 40, പിന്നെ 290, 290. പിന്നെ എന്തെങ്കിലും ഇല്ല 490. 490. സ്കാനർ 2 കൊല്ലം കഴിഞ്ഞിട്ട് വന്നാൽ മതി പറഞ്ഞാൽ എന്താ പറയുക, വന്നാൽ ഇപ്പോൾ ഇതേമാതിരി എന്തെങ്കിലുമൊക്കെ വാങ്ങി കൂട്ടിയാണ്ടേ കായലവാവും. ഇവിടെ ഒരു തൈ മാർത്തിയാനേക്കണല്ലോ. അബിയോ ഇതൊരു കയറെടുത്ത് കെട്ടണടി, ഇങ്ങോട്ട് കെട്ടണം. കെട്ടിച്ചാനോ? ആർക്കാണ്? ഉണ്ടെങ്കിൽ പറയണ്ട്. നോക്കി ഇതിലിങ്ങനെ പോകുമ്പോ ഒരു വെള്ളപ്പേ മതിലടിച്ച പെര. കുട്ടികളൊക്കെ കെട്ടണ്ടായിരുന്നല്ലേ ചെറുക്കന്മാരോടൊക്കെ. ആ ഭാഗത്തായിട്ട് ഇടത് ഭാഗത്തായിട്ട് അവിടെ ഒന്ന് കേറി നോക്കിക്കൊണ്ട് ഇമ്മക്ക് അങ്ങനെ പറഞ്ഞു. എന്തേ? മൂപ്പരേക്ക് നാവില് വാങ്ങിയപ്പോ എന്ത് അല്ലോളെന്തേ കല്യാണം കഴിക്കാതിരിക്കണ ഏറ്റവും ബെസ്റ്റ്. എടാ മാറിക്കാടുന്നേ. LKG പോയോ? അംഗനവാടിയാ. LKGക്കുള്ളവരൊക്കെ പോയി. അതുകൊണ്ടപ്പോ നൈസറിക്കെങ്കിൽ നൈസറിക്ക് പറഞ്ഞേക്ക്. പനപ്പം കുടിക്കാതെ ഓക്കെ. എടാ എന്റെ ചെരുപ്പടാ. ചെരുപ്പിടാതെ ഇറങ്ങിയത് പറഞ്ഞാല് ഞാനിപ്പോ വരും ബാത്റൂമിലാണല്ലോ. അതിനാണ് ഇവനെ കൊണ്ടാക്കല്ലേ പോലെ കൊണ്ടുവരാമൊക്കെ. ഞങ്ങൾക്കിപ്പോ ഒരു ഡ്യൂട്ടി അപ്പത് ഒരു പണിങ്ങളെ പണി ഇനി അതാണ്. അൻസിപ്പിന് എന്താ പണി? നൈസറിന്ന് കുട്ടികളെ കൊണ്ട് മറ്റേ ഇവനെ ആന കളിപ്പിക്കാറുള്ള മാതിരി. ഗൾഫിൽ എന്താ പണി? അറബിന്റെ കുട്ടിയൊക്കെ ആന കളിപ്പിക്കാറില്ലേ? അതൊരു പണിയാണല്ലോ. അപ്പൊ ഗൈസ് 500 പെഡേ ഇവിടെ കൊണ്ട് കിട്ടിയപ്പോ. എന്നിട്ട് ഇനി ഇതിൽ ഏതെങ്കിലും സാധനം കഴിഞ്ഞ വർഷം വന്ന ആവില്ല ഇതുവരെ എനിക്കൊരു ഗ്ലാസ്. ഇന്നലെ മിന്നാന്നും അതിന്റെ പിറ്റേന്ന് ഞാൻ പറഞ്ഞു കട്ടൻ ചായക്ക് കുറച്ച് അവല് കിട്ടിയാൽ എനിക്ക് നല്ല ഇഷ്ടമാണ്. അല്ലെങ്കിൽ രാവിലെ ചായക്കടിക്ക് കുറച്ച് അവല്. നിങ്ങൾക്ക് ഞാൻ ചായക്കടിക്ക് ആവില്ല തരുന്നത്. കിട്ടൂല. ചപ്പാത്തി ഇല്ലെന്ന് അറിയാ ആവില്ലാണ്. അയ്യാ കൊച്ചടിച്ചല്ലേ. എന്നാ അതൊക്കെ എടുത്ത് കൊണ്ടുപോയി എടുത്ത് കൊണ്ടുപോവാ. വലത്താൻ വന്നാണ്ടല്ലോ ഗൈസ്. ഈ കണ്ണുണ്ടോ നിങ്ങള്? കണ്ണുണ്ടോ? ഇവിടെ നോക്കാണ് കല്ലെച്ചിട്ട് നോക്കാണ്. ഇവിടെ കറക്റ്റ് ഇവിടെ വന്നിട്ടാണ് ആ ഫോണ് കുത്തിയത്. അനക്കലാണ് അത് കാണുന്നവർക്ക് കാണുന്നുണ്ട്. ഇതാ കണ്ടോ? ഇല്ല ഇതവിടെ ഇവിടെ കണ്ടോ? ഇവിടെ വന്ന് കുത്തി ഫോണ്. ഓളൊരു തലക്കണി മാതിരി ഒരു സാധനത്ത് ഒറ്റ കയറാ. ഞാൻ ഫോൺ ഇങ്ങനെ പിടിച്ചിരിക്കുക. ചാടിയേക്കാണെങ്കിലും പ്രശ്നമില്ലേ. ഇജ് ആ ഏറിന്റെ ദമ്മിൽ വന്നുകാണ്ട് നമ്മളെ മുഖത്തേക്ക് നമ്മളെടുത്ത് ഫോണ് ചാടും. പക്ഷെ തൊന്നായിട്ടൊന്നും അങ്ങോട്ട് അടിച്ചേക്കാണ്. അതുകൊണ്ട് അത്ര ആ കണ്ണിന്റെ പോളമ്മ അങ്ങനെ പാടുവരെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് എത്ര ദമ്മുണ്ടാവും. അത് ഇതൊന്നും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അനുഭവിക്കന്നെ. ഇതിപ്പോൾ നേരെ തിരിച്ചാണെന്നുണ്ടെങ്കിൽ ഓൾ എന്തൊക്കെ ഇക്കാര്യം അറിയാം. അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ അങ്ങനെ കാട്ടും ഇങ്ങനെ കാട്ടും. നമ്മൾ തമാശയിലൊരു അടി അടിക്കുമ്പോൾ തന്നെ നേരത്തെ അങ്ങനെ നിന്റെ അടുത്ത് നിന്ന് അബദ്ധം പറ്റുമ്പോ അതേപോലെ എടുക്കാൻ കഴിയണം. മനസ്സിലായോ? പറ്റിയിട്ടില്ലേ
എന്താണ് അബദ്ധം പറ്റുമെന്ന് പറഞ്ഞ നിങ്ങൾ അങ്ങനെ ഇന്നെ കാട്ടിക്കുന്നു എന്താണ് പറയേ കൊറേ കാട്ടിക്കുന്നു പറയേ ചെറ്റോർത്താനം പറഞ്ഞല്ലോ അത് അബദ്ധമല്ലല്ലോ അല്ല നിങ്ങൾക്ക് അബദ്ധം കാട്ടുണ്ട് നിങ്ങൾ അല്ല എന്നെ കാട്ടുണ്ടിഞ്ഞേ ടിഷുമാന്റെ താളനോട് തിന്നാൻ തരാൻ പറഞ്ഞ അവലും ചായയും തരാം നമ്മുടെ ജിബ്രാനും ഇനായും ഇതാ ഗൾഫിലേക്കല്ല അംഗനവാടിയിലേക്ക് പോവുകയാണ്. ഞാൻ 2 ട്രൗസർ ഇട്ടിട്ടില്ലേ പണ്ട് ബ്രൂന് എടുത്ത ട്രൗസറാണല്ലോ പക്ഷെ ഇതിനെ പറ്റുള്ളൂ. വാങ്ങിയോ ഇനായാ ടാറ്റാ ടാറ്റാ. എങ്ങനെ ഇപ്പൊ ചാടിയത് അത് കയ്യിൽ നേടിയ കൊളത്തിട്ടല്ലേ അല്ല ഇന്നോട് ഇങ്ങനെ ഡയലോഗ് അടിച്ചിനി എന്താ dialogue അടിച്ചേ? ഞാന് അടുക്കളയ്ക്ക് പണി എടുക്കാൻ വേണ്ടി പോയപ്പോഴേ എങ്ങനെ ചാടല് ഇത് കൊളത്തിട്ടില്ലെങ്കിലാണ് ചാടുക. ജോവർ ചിലക്കാൻ കണ്ട പ്രാവശ്യത ജിഞ്ഞ അടുത്ത് എന്റെ കണ്ണിന് കാട്ടീന് ഞാൻ കണ്ണടപ്പൊക്കെ തരാത്ത് ഞാൻ എന്റെ ക്ഷമ പഠിച്ചോണ്ട് മാത്രമാണ് ഓവർ വെറുപ്പിച്ച കിട്ടൂല അതിന് പറഞ്ഞു അപ്പൊ അത് ഞങ്ങളെ കൽപ്പിച്ചുട്ടിയാണോ അല്ലെന്നില്ല എറിയാനും പാടില്ല. ഞാൻ എന്റെ മാപ്പിളാണ് മനസ്സിലായോ. അത് തോന്നുന്ന മാതിരി എറിയാനും ഇതാക്കാനും പറ്റൂല അവിടെ. ആയിക്കോട്ടെ സോറി ഇനി അങ്ങനെ അറിയില്ല. അല്ല ഇനി എറിഞ്ഞോ ഇജ്ജ അങ്ങനെയൊക്കെ പറഞ്ഞ ഇജ്ജ ഇടക്ക് എറിയണമെന്ന് പറയെങ്കിൽ ഇജ്ജാന് ചള്ള അടിച്ച എന്റെ മയ്യത്തെ കാരം മാറിക്കേ പരിക്കെടുത്ത് കാണ്ട് അവൻ കണ്ണു മോറടക്കി പരിക്കെടുത്തിട്ട് തത്ത കേൾക്കണ ചിലക്കോള്. ആയിക്കോട്ടെ എന്ത് ആയിക്കോട്ടെ സോറി അറിഞ്ഞില്ല ഇനി ഇങ്ങനെ ഇത് പറയും എന്താണ് അത് പറയണീന് എന്താണ് പ്രശ്നം എന്താണ് ഞങ്ങളെ കാട്ടാത്ത മാതിരിയാണല്ലോ എന്ത് നിങ്ങളെ കാട്ടിനനുസരിച്ച് നിങ്ങൾ പ്രതികരിക്കണ്ടല്ലോ. എന്താണ് ഇത് നകളിപ്പ്. ഞാനേ അപ്പ സത്യം പറഞ്ഞ കണ്ണാണ് അതുകൊണ്ടാ ഇത് കഴിച്ചില്ലായത്. കാരണം വെച്ചാൽ കണ്ണ് തുറക്കാൻ വെച്ചാ ഇത് എവിടെ നോക്കണമെങ്കിൽ ഇത് കണ്ണുറക്കണ്ടേ. കണ്ണടപ്പുന്ന ചോര തെറ്റിച്ച് ഞാൻ തന്നെ കേട്ടോ. ആജാതി പരിക്കെടുത്തിക്കണില്ലേ ഇത് കണ്ട തീരത്തെ കണ്ട ഔങ്ങിയാണ്ട് ഇത് വല്ല കണ്ടേ നിർത്തലെങ്ങനെയാണ് എങ്ങനെ നിർത്തല് അത് പറയുമ്പോഴാണ് ഞാൻ നിർത്താൻ. അതല്ല നിങ്ങളെ ഫോണൊന്നും നിർത്തുന്നായിരുന്നു ഒരു സമാധാനം ഇല്ലാത്ത മുട്ടുകൂടെ എങ്ങനെ ഒന്നും കണ്ടു പറയൂ നിങ്ങൾക്ക് വേണ്ടി അങ്ങനെ ഞാൻ കൊറേ ഇടങ്ങാറുണ്ട്. ഞാനൊക്കെ നുള്ളിപ്പൊറുക്കി പറയണ്ട. ഞാനിപ്പോ അത് അറിയാതെ ഒന്ന് കണ്ണ് മാറിയിട്ടും കൂടി ഇല്ല 2 മിനിറ്റ് കുടിച്ച് ഞാനതെ കണ്ണ് മാറി ഉടനെ ഞങ്ങൾ പുറത്തേക്ക് പോയി ഔലങ്ങം പോയി. കാരണം എന്നോട് സോപ്പിട്ട് കണ്ട അവിടെ 500 പൊട്ടിച്ച് അത് പോട്ടെ. എന്നിട്ട് ഞാൻ 2 വർത്താനം പറഞ്ഞപ്പോ ഓളെ ഐഡിയ എന്നതാണ്. പക്ഷെ ഇങ്ങനെ കാര്യം പറയാ അന്റെ ഈ ഐഡിയ ഇവിടെ നടക്കൂല. അത് മനസ്സിലാക്കി വെച്ച നല്ലോണം കിട്ടും. ഇജെന്റെ മറ്റിലെ വർത്താനം പറഞ്ഞാണ്ട് ഇങ്ങനെ മയക്കാണ്ട് കൊണ്ടിടക്കാന്ന് കരുതണ്ട. അതിന് വേറെ ആരെയും നോക്കിക്കോ കേട്ടോ. ചെറിയ വല്ല അടിച്ച് ഞാൻ പൊട്ടിച്ചാളും. വലിയ നിർബന്ധമല്ല നിങ്ങളെ മയക്കി കൊണ്ട് ഒരട്ടം മയങ്ങിയതുകൊണ്ട് കുഞ്ഞിക്കണേ മാമാരുടെ വർത്താനം പറയണേ ഫോണിലാണ്. എന്താണ് ബേബിയെ ഗൈസ് അങ്ങനെ ഇന്നത്തെ ദിവസത്തിന്റെ അവസ്ഥ വളരെ മോശമായിട്ട്. രാവിലെ തന്നെ കണ്ണിനൊന്ന് കെട്ടി ഫോണും കൊണ്ട് അത് കഴിഞ്ഞിട്ട് ഇതാക്കണ ഇപ്പൊ 500 പൊട്ടി. അത് ക്ഷീണത്തുമ്മക്കാണ് പോണത്. നമ്മളെന്താ കരുതി ഇവള് മറ്റേ നുറുക്കുവാണോ അവരുവാണോ ചോദിച്ചപ്പോ 20 തേന നാടൻ തേനാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. തേന് നല്ലതാണ്. ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവച്ചാ കരുതി തേന്. കാട്ടുതേൻ കിട്ടൂല. ഇല്ല കാട്ടുതേന് പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. ആദിവാസികളൊക്കെ അതുകൊണ്ട് തന്നെ വാങ്ങിയതേ. ഈ അബ്രൂനൊക്കെ അപ്പത്തേക്കൊന്നും ഈ കറിയൊന്നും പറ്റൂല.
തേനാണെങ്കി ഇഷ്ടാണോ എനിക്ക്? തേനാക്കി കൊടുത്താല് തിന്നോളൂ. മറ്റേ പഞ്ചസാരയാണ് കൊടുക്കുക. പഞ്ചസാര നല്ലതല്ലല്ലോ. അപ്പൊ ഗൈസ് അങ്ങനെ നമ്മൾ ഇന്നലത്തെ കമന്റിന്റെ വിജയിയെ ഇന്ന് നമ്മൾ ഈ വ്ളോഗ് വ്ളോഗ് വന്ന ഉടനെ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ നിന്നാണ് കമന്റ് ചെയ്ത് ഏറ്റവും നല്ല കമന്റ് പിൻ ചെയ്യുന്നതാണ്. അപ്പൊ ആ ആള് അഡ്രസ് അയച്ചായിരുന്നു കേട്ടോ. വല്യമ്മക്ക് പൈസ കൊടുത്തോ? പൈസ കൊടുത്തോ? ഇല്ലേ, അത് കൊടുക്കണമെന്ന്. പിന്നെ ഗൈസ് നമ്മളെ ഇബ്രൂനൊക്കെ സ്നാക്സ് കൊടുത്ത സാധനം കേട്ടോ, സോയാബീൻ. അപ്പൊ ഇന്നത്തെ നമ്മള് കമന്റിലേ സോയാബീനെന്ന് കൂട്ടിയാണ്ട് വേണം കമന്റ് ഇടാൻ. നമ്മളെ ബ്ലോഗില് സോയാബീൻ കൂട്ടിയാണ് വേണ്ട കമന്റ് ഇടാൻ. അപ്പൊ അത് കൂട്ടിങ്ങാണ്ട് നിങ്ങൾ കമന്റ് ചെയ്യുമ്പോ ആദ്യം ജസ്റ്റ് ഒരു സോയാബീനിലെ വാക്കയിൽ എഴുതിയിട്ട് സോയാബീൻ നല്ല രസമാണെന്നോ എന്നിട്ട് എന്തെങ്കിലും എഴുതിയിട്ട് ഇങ്ങനെ നമ്മളെ കമന്റ് ഇങ്ങനെ നിങ്ങളെ പറയാനുള്ള കമന്റ് ഡെയിലി ഇട്ടാണ്. അത് നമുക്ക് മനസ്സിലാവും ആ വീഡിയോ കണ്ടിരിക്കുന്നില്ല. മറ്റേ ചില ആൾക്കാർ എന്ത് ചെയ്യും, ആരെങ്കിലും അടിച്ച കമന്റ് ഉണ്ടാണ് അതിന്റെ ബാക്കിൽ നിന്ന് എഴുതി വിടും. അപ്പം അങ്ങനത്തെ നമ്മൾ ചുരിദാർ കൊടുക്കുന്നതിന്റെ അർത്ഥമല്ലല്ലോ. പേർക്കണോ കണ്ണനെ മാങ്ങലുണ്ട് കേട്ടോ. ദൂരത്ത് നോക്കുമ്പോ വെയില് ഇങ്ങനെ നോക്കുമ്പോ പ്രശ്നമില്ല. മേൽഭാഗത്തേക്ക് ഇങ്ങനെ കുറച്ച് വെള്ളമാക്കി വെച്ചിട്ട് കണ്ണിലിങ്ങനെ വെച്ചില്ല. പുറത്തല്ലേ ഞാൻ കണ്ണോട്ടനായ എനിക്ക് തന്നെയാണ് ക്ഷീണം. എനിക്ക് തന്നെ നല്ലത് പറയുന്നത്. ചായ വെച്ചിട്ട് അത് തിന്നത് ഓള കൊടുത്തിന്റെ ഉള്ളാണ്. അണ്ണാക്ക് കൂടെ വലിയതാണ്, വലിയ കഷ്ണം. ചായ എടുക്കട്ടോ. ചോറും ചാറൊക്കെ റെഡിയായോ? ചോറ്റക്കൊന്നും ആയിട്ടില്ല, ചോറായിട്ടുള്ളൂ. എനിക്കൊരു ഗ്ലാസ് ചായ അല്ലെങ്കിൽ ചായക്കന്നെയാണ് വെള്ളം വെച്ചിക്കണതേ. കോഴിമുട്ട ഇതൊക്കൊന്നുമില്ല. ചപ്പാത്തി ഉണ്ട്. നിങ്ങക്ക് ഇനി ചപ്പാത്തി വേണ്ടല്ലോ. ഉണ്ടാക്കിക്കണോ? ആ പിന്നെ എന്താ ചപ്പാത്തി ഒന്നും ഇല്ലാന്ന് എന്തിനാ പിന്നെ പറഞ്ഞേ? ഉണ്ടാക്കിക്കണേ ചപ്പാത്തി ഇങ്ങക്കല്ല. അപ്പൊ അവലും ചായ മതി. അവലും ചായ ചപ്പാത്തി ഇല്ലാന്ന് പറഞ്ഞേ. ഞാൻ അവലും ചായ മതി പറഞ്ഞ ചപ്പാത്തി ഏതായാലും ഇല്ലാന്ന് പറഞ്ഞു. ഇങ്ങക്ക് ചപ്പാത്തി ഇല്ലാന്ന് പറഞ്ഞത്. ഇങ്ങക്ക് ചപ്പാത്തി ഇല്ല, അവലും ചായ തരാന്ന് പറഞ്ഞത്. ഒരു ചപ്പാത്തി ഇതും കടിക്ക. ഞാൻ ഇപ്പൊ കൂട്ടാനൊന്നും ഇല്ലെങ്കിൽ ചായക്കടി ഉണ്ടെങ്കിൽ അവലും ചായ വേണം പറഞ്ഞിട്ടില്ല. ഞാൻ എപ്പോഴെങ്കിലും ഒന്ന് അസർക്കോ. പക്ഷെ അസർക്ക് നിങ്ങൾക്ക് ചായ ആണോ ചോദിച്ചാൽ ഞാൻ അസിയാക്കാൻ്റെ അവിടെ നിന്ന് കുടിച്ചാണ്. പിന്നെ നിങ്ങൾക്ക് ഞാൻ എപ്പോഴാ ചായ ചോറ് അല്ല അമൃതം പൊടി. എന്നിട്ട് ഞാൻ നിങ്ങളോട് ചോദിച്ചു അതെന്തേന്നു അമൃതം പൊടി. അപ്പൊ ഞാനോട് പറ അവലും ചായ. അപ്പൊ ചോദിക്കേണ്ട ചോദ്യം എന്താണ്, നിങ്ങൾക്ക് അവലും ചായ ഞാൻ ഉണ്ടാക്കി തരാം. ചായ നിങ്ങൾക്ക് ഉണ്ടാക്കണോ ചോദിച്ചാ അപ്പൊ എന്നോട് ഞാൻ അസിയാക്കാൻ്റെ അവിടെ നിന്ന് കുടിച്ചു. നിങ്ങൾ ഇങ്ങനെ നോണ പറയട്ടോ. നിങ്ങൾക്ക് പറിച്ചോ കാണുന്നുണ്ട്. അല്ല ഞാൻ സത്യം പറഞ്ഞ അവലുള്ള കാര്യം മറക്കോ? അങ്ങനെ ഒരു സ്വഭാവം. അപ്പൊ പക്ഷെ ഓള് മാങ്ങാൻ മറക്കൂല കേട്ടോ. എന്നാലും അയാള് ഞാൻ അവല് വേണ്ടാറില്ലേ അയാളോട്? ഞാനവിടെ ഉണ്ടെന്ന് ചോദിച്ചോണ്ട് 3 എണ്ണം എടുത്താ മതിയോ? ആ